ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിദ്യ. ഇന്ന് നമുക്ക് മുത്താറി സേമിയ ഉപയോഗിച്ചിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണിത്. റാഗി അഥവാ മുത്താറി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്മാവാണിത്. വളരെ ഹെൽത്തിയാണ്. മുത്താറിൽ ഒരുപാട് കാൽസ്യം അയണൊക്കെ ഉണ്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാൽസ്യം കുറവുള്ളവർക്കും അയണിൻ്റെ കുറവ് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ മുത്താറി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് മുത്താറി കൊണ്ടുള്ള സേമിയാണ്. ഇതുകൊണ്ടുള്ള ഉപ്മാവിന് ഈ സേമിയ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പോളം ഉണ്ട്. അതിലേക്ക് ഇനി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് സേമിയ ഇട്ട് കൊടുത്താലും മതി. ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ കുറച്ച് തണുത്ത വെള്ളം. ഇതിൽ ഞാൻ നല്ലോണം പൈപ്പിൻ്റെ അടിയിൽ വെച്ച് കുറച്ച് നല്ലോണം വെള്ളമാക്കി ഇതിലത്തെ പശ പോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തണുപ്പായതിനെ കൊണ്ട് ഇങ്ങനെ കട്ടയായിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് ഒരു വലിയുള്ളി, അത്യാവശ്യം വലിപ്പമുള്ള വലിയുള്ളിയും ക്യാരറ്റ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില. അതിൽ അണ്ടിപ്പരിപ്പ് ഇടാം. ഒരു ഉള്ളി എല്ലാം ചേർക്കാം. ക്യാരറ്റ്, വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അണ്ടിപ്പരിപ്പ് ഇത് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ കൂട്ടി വെച്ച സേമിയ കുറച്ചായിട്ട് ചേർത്ത് വെക്കാം. ഇത് ആ വെള്ളം ഒഴിച്ചതിനെ കൊണ്ട് ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, കട്ട പിടിക്കില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് നന്നായിട്ട് കുറച്ച് വെച്ചാൽ മതി. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും ഇതിലേക്ക്.